ഇപ്പോൾ പാരൻസൊക്കെ ശ്രദ്ധിച്ചാൽ പോലും കുട്ടികൾ വേറെ സ്ഥലത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ബാക്കി പിള്ളേർ പലതും ചെയ്യുന്നത് കാണും, അവർ സോഷ്യൽ മീഡിയേനെ പറ്റി വല്ലതും പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ഫിയർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് തന്നെ ഈ ഒരു ഫോമോ എങ്ങനെയാണ് അവരെ എഫക്റ്റ് ചെയ്യണത്, അവർ സൈക്കോളജിക്കലി സ്പീക്കിംഗ് അതിപ്പോൾ എങ്ങനെയാണ് അവർക്ക് അങ്ങനത്തെ ഒരു ഇത് അവർ എഫക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടെ കുറച്ചും കൂടെ ഒന്ന്. അതെ അതെ, ഇത് വലിയൊരു ഡിസ്പാരിറ്റിയാണ്, വലിയൊരു ഗ്യാപ്പാണ്. ഇപ്പോൾ ദുബായിലുള്ള ഒരു പാരൻറ്റ് വന്നിട്ട് പറയാണ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി കുറച്ച് ജനറലി കുറച്ച് മോശമായിട്ട് കുറേ സർക്കിൾ കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ തെർബിയത്ത് കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, നല്ല രീതിയിൽ കുട്ടിക്ക് എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് ശ്രമിക്കാൻ ഒക്കെ നല്ല രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊന്നെങ്കിലും അവിടുന്ന് വീടിന്ന് മാറിപ്പോവുക. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, അതിലെല്ലാ ആളുകളും ഇത് ചെയ്യുന്നുണ്ട്, അവൻ മാത്രം മാറി നിൽക്കും. അതിൻ്റെ ഒരു പ്രഷർ വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പാരൻസിനെ കാണിക്കാതെ കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പാരൻസ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെൻ്റലി നിങ്ങളൊരു സിസ്റ്റമിക് എൻവയോൺമെൻറ്റൽ ചേഞ്ച് കൊണ്ടുവരിക. കുട്ടി പോകുന്ന സ്കൂളൊന്ന് കെയർഫുള്ളി ചൂസ് ചെയ്യുക. വളരെ ലിബറലായിട്ടുള്ള സെക്യുലറായിട്ടുള്ള എല്ലാ ഫാഷിസത്തുമുള്ള ഒരു സ്കൂളിലേക്ക് കുട്ടിയെ അയച്ചിട്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് ആടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖേദിക്കുന്നതിൽ ഒരർത്ഥം ഞാൻ കാണുന്നില്ല. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോമോ എന്തായാലും വരും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കാരണം ഈ ജനറേഷനിലെ കുറേ കുട്ടികൾ ടിക്ടോക്ക് ഡാൻസുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പബ്ജി കളിക്കുന്നു. അവരുടെ സർക്കിൾ ഇങ്ങനെ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഇവർക്ക് മാത്രം ഒരു 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 ഡിസ്പാരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. റൈറ്റ്, മറ്റു കുട്ടികൾ ഇവരെ പറ്റി അല്ലെങ്കിൽ അവളെ പറ്റി മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഒന്നിനും അവളെ കൊള്ളൂല, അല്ലെങ്കിൽ ഞങ്ങളെ സർക്കിളിലൊന്നും അവരെ കൂട്ടരുത്, ഷീസ് എ ബോർ, ഷീസ് നോട്ട് കൂൾ ഇനഫ്, റൈറ്റ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പാരൻസ് അത് മനസ്സിലാക്കി കുട്ടിക്ക് ബെറ്റർ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അതൊരു അഭിമാനമായി മാറ്റണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഗ്രാം എടുത്തിട്ടുണ്ട് ഈ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇനോഗ്രേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് നിന്നിട്ട് പ്രൊഡക്റ്റീവായിട്ട് അവരെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മാറി നിന്നപ്പോൾ എന്താണ് ബോധ്യപ്പെട്ടതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഒരു ദിവസം ശരിക്കും 24 മണിക്കൂർ നിന്നിട്ട് കൃത്യമായി ബോധ്യപ്പെടുന്നത് ഇന്ന് വിട്ടുക്കുമ്പോഴാണെന്നാണ്. അപ്പോൾ അവർ വെച്ചാൽ അവർ ലൈഫിൽ കൃത്യമായിട്ട് ഒരു പ്ലാൻ വെച്ചിട്ട് ടൈം ടേബിൾ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് അവർ ഭയങ്കര സംഭവമായിട്ട് ബാക്കിയുള്ളവരാണ് ഇത് മിസ് ഔട്ട് ചെയ്യണമെന്നൊരു ഫീലാണ് അവർക്കുള്ളത്. പേഴ്സണലി ഈ പൊതുവേ അത് കൃത്യമായിട്ട് ആ ഒരു ബോധ്യം കുട്ടികൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്.